നമസ്കാരം. നമ്മുടെ ഈ മുഖക്കുരുവില്ലേ, ഇത് കാരണം നമുക്ക് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരാം. നമുക്ക് ചെറിയ ചെറിയ ഓപ്പൺ പോൾസ് വരാം, സ്കാറിങ് വരാം, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാം, പിന്നെ ഡിസ്കളറേഷൻ വരാം. ഇത് ആക്നി കറക്റ്റായിട്ട് ഹീൽ ചെയ്യാത്തതുകൊണ്ടുള്ള അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട് ഈ മുഖക്കുരു കാരണം. പക്ഷേ റയർ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്റ്റോൺ ഫോർമേഷൻ, അതായത് കാൽസിനോസിസ് ക്യൂട്ടീസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് മുഖക്കുരു കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒരു കാൽസ്യം ഫോർമേഷൻ വരും, ഒരു സ്റ്റോൺ പോലത്തെ ഒരു സ്ട്രക്ചറായിട്ട് മാറും മുഖത്ത്. പിന്നെ നമ്മൾ എത്ര എക്സ്റ്റേണൽ ക്രീം തേച്ചാലും ഈ കണ്ടീഷൻ മാറില്ല. ഇത് നമ്മൾ സർജിക്കലായിട്ട് ചെറുതായിട്ട് റിമൂവ് ചെയ്യണം, എന്നാൽ ഈ കണ്ടീഷൻ ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ഇവിടെ വന്നിരുന്നു. അത് റിമൂവലിൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ കേസിൽ 10ൽ കൂടുതൽ ഇതേപോലെ സ്റ്റോൺ ഉണ്ടായിരുന്നു ആളുടെ ഫേസിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതേപോലെ സർജിക്കൽ രീതിയിൽ റിമൂവ് ചെയ്തു. അപ്പോൾ അത് മാത്രം പോരാ, പിന്നെ ഈ റിമൂവ് ചെയ്ത മുറിവുകൾ ഉണങ്ങാനായിട്ട് നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് ആവശ്യമുണ്ട്. വൈറ്റമിൻസ് ആവശ്യമുണ്ട്, കൊലാജൻ പോലെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യണ കുറച്ച് മെഡിസിൻസ് നമ്മളിലുണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ ഇതെല്ലാം കൊടുത്ത് ഒരു സൺ എക്സ്പോഷർ കുറച്ച് ആ ഉണ്ടായ മുറിവുകൾ കംപ്ലീറ്റ് ഹീൽ ചെയ്യാനും രണ്ടാമത് റീക്കറൻസി വരാണ്ടിരിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കേസ് നമ്മൾ സോൾവ് ചെയ്തത്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ പല കേസുകൾ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇതെല്ലാനും ഈ രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്താലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് വരും. താങ്ക് യു.